അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? അല്ല പറയുകയാ, എനിക്ക് തരാമോ? പെങ്ങളെ കടം ചോദിച്ച് കൊടുത്തു പോയല്ലോ, പണയം വെച്ച് പലതും പോയല്ലോ, ബിസിനസ്സിലിട്ട് ലക്ഷങ്ങൾ പോയല്ലോ, എന്ത് നേടി വാപ്പാ? അല്ല പറയുന്നു എനിക്കിതാ, അല്ല പറയുന്നു എനിക്കിതാ. നിന്റെ സമ്പാദ്യം മുഴുവനും തരണ്ട, എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ, പകരം ഞാൻ സ്വർഗം തരാ, പകരം ഞാൻ സ്വർഗം തരാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പെട്ടെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാഹു തന്നെ അടിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? ഏറ്റവും വലിയ മഹത്വം എന്താ? നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. പള്ളിപ്പറമ്പിൽ കുളിപ്പിച്ച് പുതിയ പളയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുഗന്ധം തേച്ച് കൊണ്ടുപോയി കബറടക്കിയ മനുഷ്യർ മുഴുവനും ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ ജനങ്ങളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമല്ല, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചറപ്പേ, അല്ലാഹു ജനങ്ങളെ രണ്ട് വിഭാഗമായി തിരിക്കുകയാണ്. ഫരീഖും ഫിൽ ജന്ന, ഫരീഖും ഫിസ് സഈർ. സ്വർഗ്ഗത്തിന്റെ അവകാശികള്, നരകത്തിന്റെ അവകാശികള്, രണ്ട് വിഭാഗമായി അല്ലാഹു ജനങ്ങളെ അങ്ങ് വേർതിരിക്കുകയാണ്. പെങ്ങളെ, മോളെ, ശരീരത്തിൽ ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്നല്ലോ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൂര്യന്റെ ചൂട് താങ്ങാ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എന്റെയും നിങ്ങളുടെയും ശരീരം വിയർക്കുകയാണ്. സൂര്യൻ എവിടെയാ? നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് പാതിരാത്രി 10 മണിയായിട്ടും നിനക്ക് ചൂടെടുക്കുകയാ, നിന്റെ ശരീരം വിയർക്കുകയാ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഉടുതുണിയില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ, ആ ചെമ്പിന്റെ തറയിൽ ചെരുപ്പിടാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ, ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, അത് താഴേക്ക് ഇറക്കുകയാ. ചെറുപ്പക്കാരാ, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ, ഇങ്ങനെ ഒരു ചാണ് മുകളില് ആ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരും നേക്കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. മോനെ, പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ?
എങ്ങനെയാണ് ആ ചെളിയിൽ നിന്നുണ്ടാക്കി ഇഷ്ടിക ചുമന്ന നിറമായതെന്നറിയോ? കത്തിക്കുന്ന ഒരു ചൂളയുണ്ടടാ ചെറുപ്പക്കാരാ, പച്ചവരകെട്ട് കത്തിക്കുന്ന ഒരു ചൂളയുണ്ട്. അതിന്റെ അടുക്കൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ? പോയവർക്കറിയാമെന്തു പ്രയാസമാണെന്ന്. എന്റെ വാപ്പാ കാളവണ്ടി കണ്ടിട്ടില്ലേ? അതാ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായുദിനം പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് അല്ലാഹുവേ ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാണ്. വയത് കേൾക്കാമെന്ന പെങ്ങള് ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കടന്ന് ചോറ് തിളയ്ക്കുകയാ. അടപ്പ് മാറ്റുമല്ലോ നിറഞ്ഞു പോകാതിരിക്കാൻ. എങ്കിലും അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചു മറിയും ഉമ്മ. മുഖത്തുകൂടെ ഒലിക്കും പെങ്ങള്. അങ്ങനെ അള്ളാഹുടെ കോടതിയിൽ രണ്ട് വിഭാഗമായി അള്ളാഹു തിരിക്കുകയാണ്. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ്സഈർ. സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് പോകുകയാ, നരകവാസികൾ നരകത്തിലേക്ക് പോകുകയാ. പടച്ചവനെ എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടവർ സ്വർഗ്ഗത്തിലേക്ക് പോയി, നരകത്തിലേക്ക് പോകേണ്ടവർ നരകത്തിലേക്ക് പോയി. പടച്ചവനെ അങ്ങനെ അവസാനം അല്ലാഹു നരകത്തിൽ നിന്ന് അവസാനമായി കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. ഇനി ഒരിക്കലും ഒരാളും നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കില്ല. അങ്ങനെ സ്വർഗ്ഗത്തിന്റെ വാതിലടച്ചു, നരകത്തിന്റെ വാതിലടച്ചു. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല. അങ്ങനെ സ്വർഗവാതിലടച്ചു കളഞ്ഞു. അവസാനത്തെ വ്യക്തിയും മുട്ടിലടഞ്ഞ് സ്വർഗത്തിലേക്ക് വന്നു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. എല്ലാരും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടെന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അതുരീദൂന ശൈആ. ഏ സ്വർഗ്ഗവാസികളെ, ഏ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നവരെ, അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഇനി നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? സ്വർഗ്ഗവാസികളോട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ അവര് പറയുന്നു, അൽഹംദുലില്ലാഹ്, ഇനിയൊന്നുമില്ല പടച്ചവന്, ഒന്നും വേണ്ട തമ്പുരാന്. എന്തുകൊണ്ടാണെന്നറിയുമോ? അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ ഭയാനകമായ മഹ്ശറയുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ പരലോകത്ത് നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ അല്ലാഹ്. ഞാനൊരായത്ത് പറഞ്ഞു തരാം, സൂറത്ത് പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരാ. ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാം. ഓതുവോ? ഒറ്റ ആയത്ത്. عن أبي أمامة الباهلي رضي الله تعالى عنه قال النبي صلى الله عليه وسلم സഹാബി നിവേദനം ചെയ്യുന്ന ഹദീസ്. ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. മലക്കുകളും അല്ലാഹുവും സാക്ഷിയാ. ഒക്കണമെങ്കിൽ നല്ലതുപോലെ ഒക്കിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. كرسي السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഓതാൻ അറിയാവോ?
ഓതാൻ അറിയോ? ഈ ഒരൊറ്റ ആയത്ത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണമല്ലാതെ ഒരു മറയില്ല. ഈ ആയത്ത് ഓതുക, മരിക്കുക, സ്വർഗത്തിൽ പോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറ. അപ്പൊ ഈ ഉസ്താദ് കൊള്ളാടാ, നിസ്കരിക്കൊന്നും വേണ്ട, ഒരായത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാമെന്ന് ചിലർക്കൊക്കെ തോന്നും. മോനെ, നിന്നെ വിറ്റ കാശ് അള്ളാഹടുത്തുണ്ട്. ഇതെപ്പോഴാ ഓതേണ്ടത്? 5 നേരം നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഓതണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് ഓത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ അല്ലേ? സുഖമാണോ അല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കാശുണ്ടോ? കച്ചവടം ഉണ്ടോ? മക്കളൊക്കെ റാഹത്താണോ? ഭാര്യ എങ്ങനെയുണ്ട്? ഇത് മതി രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് മതി. ഇതാ വഴത്. ഈ ഒരൊറ്റ അൽഹംദുലില്ലാ മതി. കടയിൽ കച്ചവടം ഉണ്ടോടാന്ന് ചോദിക്കുമ്പോ ഉണ്ട്. അളിയ നല്ല കച്ചവടമാ, നല്ല കാശുണ്ടോടാ, കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ലാ. ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ എത്തിങ്ങാനിലായിരിക്കും, ഇവന് മാത്രം. പിന്നെ മുട്ട കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ? വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? ആമിനാത്തായ വഴി വെച്ച് കാണാൻ അയൽവാസിയ ആയിഷ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ആമിന? ഒന്നുമില്ലടി ഇക്കാക്ക്, ആകെ പ്രശ്നമാ, പഴയതുപോലെ പൈസ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ട്, പ്രയാസം. അയ്യോ. അപ്പൊ ആമിനാത്ത മനസ്സിൽ വിചാരിക്കും ഒരുത്തി എത്തിങ്ങാനേലായി. മനസ്സിലൊരു സന്തോഷം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി? അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, വെള്ളിയാഴ്ച നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കടങ്ങളൊക്കെ വീട്ടി തൗബ ചെയ്ത് വുളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് പടച്ചവനെ, ഷഹീദിനെ പോലെ മരിക്കണമല്ലാ. നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശം വേണം, ചുണ്ടിൽ പുഞ്ചിരി വേണം, റൂമിനകത്ത് സുഗന്ധം വേണം. 15 കാര്യമാണ് ചോദിച്ചത്. 15 കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. തളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുകയെന്ന് സങ്കല്പിക്കുക. തളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ പയ്യന്നൂരേക്ക് പോകുന്ന ഒരു ബസ് കണ്ടു. ചാടി ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി പോയി ഇരുന്നു. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട്. കണ്ടക്ടർ നിന്റെ അടുക്കലേക്ക് വരാൻ സമയമാകുമ്പോ ദുആ ചെയ്യുകയാണ്, പടച്ചോനെ എന്നെ നീ കണ്ണൂരെത്തിക്കണേ എന്ന് ദുആ ചെയ്താ എത്തുവോ? കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നീ അള്ളാനോട് പറയുന്നു, പടച്ചോനെ എനിക്ക് നല്ല മരണം തരാന്, നീ എന്നാ ചെയ്തട്ടാ കാക്ക? നമ്മളൊക്കെ ചെയ്ത ഒരു നന്മ പറഞ്ഞ് നിസ്കരിക്കാറുണ്ട് നമ്മൾ, ഇല്ലേ? നിസ്കരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് നിസ്കരിച്ച ഇന്ന ആഴ്ത്തേനെയും കുൽഹു അല്ലാഹി കാണാൻ ആളുണ്ടെങ്കിൽ വലിയ സൂറത്ത്. ഇതാണ് നമ്മുടെ നിസ്കാരം. ആ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് കെട്ട് നിസ്കാരം ഉണ്ടോ? എനക്കാല് ഹൗഫുള്ള ഒരാളെ ദുനിയാവി കാണൂല. 4 പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു നിസ്കാരം, ഇല്ലെങ്കിൽ കുൽഹു അല്ലാഹ് അടിച്ചിട്ട് ഓടുന്നവനാണ്. എന്നാ കാക്ക മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നത്? ഒന്നുമില്ലടാ, രാവിലെ 3 മണിക്ക് എഴുന്നേക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുബഹി വരെ ഇരുന്ന് ഖുർആൻ ഓതും, എനിക്ക് ഉറക്കം വരത്തില്ല. പോയി കിട്ടി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് പോയി. എന്താ ആമിനാത്ത ക്ഷീണിച്ചു പോയത്? എടി എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാടി എനിക്ക്. ഞാൻ എത്ര വർഷങ്ങളായിട്ട് പിടിച്ചോണ്ടിരിക്കുക. പോയി കിട്ടി. വാട്സപ്പിൽ ഫോട്ടോ വരുവോ, ഫ്ലക്സ് വെക്കുവോ, ഞാൻ പൈസ തരാം, ഇല്ലെങ്കിൽ ഇല്ല. ഇതാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ. ഇതാ എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെ നമുക്ക് അല്ലാഹു നല്ല മരണം തരുന്നത്? എന്റെ പൊന്നു കാക്കാമാരെ, ഒരെണ്ണമെങ്കിലും ചെയ്തു പോയി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. 100 കണക്കിന് നന്മകളൊന്നും വേണ്ട, ഒരു നന്മയെങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും എടുത്ത് സദഖ കൊടുത്തു. ആയിഷ പെട്ടെന്ന് എടുത്തുകൊണ്ടുവാ ആയിഷ, ഇന്ന സ്ഥലത്ത് 6-7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. നബി തങ്ങൾ കയ്യിൽ വെച്ചിട്ട് കരയുകയാ, അല്ലാഹുവിന്റെ റസൂൽ കയ്യിൽ വെച്ചിട്ട് കരയുകയാ. എന്നിട്ട് പറഞ്ഞു, ആയിഷ
ഇതെന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അല്ലാഹുവോട് ഞാൻ എന്തു പറയും? ആയിഷ, നീ കൊണ്ടുപോയി പാപങ്ങൾക്ക് കൊടുക്ക്. നബി തങ്ങൾ കൊടുത്തു വിട്ടടോ. അവസാനത്തെ ദിർഹവും സദഖ കൊടുത്തു പെങ്ങളെ. പിറ്റേ ദിവസം റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് സലാം പറയുകയാ. അസ്റായിൽ സലാം പറഞ്ഞു കേറി വന്നു. നബി തങ്ങളോട് അനുവാദം ചോദിച്ചു. അവിടുന്ന് റൂഹ് പിടിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അസ്റായിലേ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീൽ? ആരാടോ ചോദിക്കുന്നത്? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് വേദനിക്കുന്നു അസ്റായീലേ. വാപ്പാ, മരണത്തിന് വേദനയുണ്ട് വാപ്പാ. കോഴി അറുത്തിടുമല്ലോ, കോഴി കാലിട്ടടിക്കുന്നു, ചിറകിട്ടടിക്കുന്നു, തലയിട്ടടിക്കുന്നു, തുള്ളിച്ചാടുന്നു. കോമഡി കേട്ടിട്ടല്ല വാപ്പാ, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കോഴി കിടന്നങ്ങനെ പിടയുന്നത്, ഉളുഹിയ മൃഗം കിടന്ന് പിടയുന്നത്. ആ പിടയുന്നത് പോലെ പിടയാനുള്ള അവസരം പോലും അല്ല നമുക്ക് തരില്ലല്ലോ. ഉമ്മമാരേ, പ്രസവത്തിന് മരണവേദനയല്ല, പ്രസവത്തിന് മരണവേദനയല്ല. നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും 4 നേഴ്സുമാര് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കാനുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസവം വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000. 70 മുതൽ 70,000 മലക്കുകൾ വരുമെന്നാ റൂഹ് പിടിക്കാൻ. ഒന്ന് ചിന്തിക്കടോ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹിങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഒന്ന് കൈയിട്ടടിക്കാൻ, ഒന്ന് കാലിട്ടടിക്കാൻ, ഒന്ന് ചലിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരുമല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ മോനെ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, എഴുന്നേക്കും തിരിച്ചു കിടക്കും. വേദന സഹിക്കാൻ കഴിയാതെ അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബി തങ്ങൾ മുഖത്തൊഴിച്ചിട്ട്, ആയിഷാ, ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. നിബിതങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ ഈ മരണം നമ്മളെ തേടി വരുമല്ലോ. ഇവിടെ ഇരിക്കുമ്പോഴാണോ, പോകുമ്പോഴാണോ, വീട്ടിലാണോ, റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, പള്ളിക്കകത്താണോ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ പ്രായം വേണ്ട. അസുഖം വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ക്യാൻസറും ട്യൂമറുമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീളിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. രാവിലെ ജോലിക്ക് പോയ വാപ്പയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചില്ലേ ചെറുപ്പക്കാരാ? രാവിലെ പോയ ഉപ്പാന വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നില്ലേ? രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, പിന്നെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ. മോനെ, ക്യാൻസർ പിടിച്ച വാപ്പ വീട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു രോഗവുമില്ലാത്ത മകനങ്ങ് പോയില്ലേ? ഇതാണോ മരണമെന്ന് പറയുന്നത്? അതുകൊണ്ട് നിർത്തുകയാ. അല്ലാഹ്
അള്ളാന്റെ പള്ളിയാ, അള്ളാടെ പള്ളിയാ. ആ പള്ളിയുടെ കടം വീട്ടാനുള്ള അവസാനത്തെ അവസരവാ. പെങ്ങളെ തരാൻ പറ്റുമോ മോളെ? നിനക്ക് വേണ്ടി ഒരു ജാരിയായ സദക്ക ചെയ്യാൻ സ്വർണ്ണമിടാത്ത ആരുമില്ലല്ലോ ഉമ്മ, സ്വർണ്ണമിടാത്ത ഒരാളുമില്ലല്ലോ പെങ്ങളെ. നിനക്കെത്ര പവനുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ. നീ മരിച്ചാ ഭർത്താവ് 40 തികയുന്നതിന് മുമ്പ് അടുത്തത് കെട്ടുമല്ലോ. മക്കൾക്ക് സമയമില്ല നിന്നെ വന്നൊന്ന് കാണാൻ. ഉമ്മാടെ കബറെവിടെയാണെന്നറിയില്ലല്ലോ, വാപ്പയുടെ കബറെവിടെയാണെന്ന് ഇന്നത്തെ മക്കൾക്കറിയില്ലല്ലോ. അറിയുന്ന മക്കൾക്ക് വരാ സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? അല്ലാഹ് പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹ് പറയുന്നു, എനിക്ക് തരാമോ? പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ, പണയം വെച്ച് പലതും പോയല്ലോ, ബിസിനസ്സിലിട്ട് ലക്ഷങ്ങൾ പോയല്ലോ. എന്ത് നേടി വാപ്പാ? അല്ലാഹ് പറയുന്നു, എനിക്കിതാ. അല്ലാഹ് പറയുന്നു, എനിക്കിതാ. നിന്റെ സമ്പാദ്യം മുഴുവനും തരണ്ട, എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ. പകരം ഞാൻ സ്വർഗം തരാ, പകരം ഞാൻ സ്വർഗം തരാ. അതുകൊണ്ട് ഈ സദക്ക തരുന്നവര് അല്ലാഹുവോട് ചോദിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, അല്ലാ നിന്റെ പള്ളിയുടെ കടം വീട്ടാനാ അല്ലാ. ഈ സദക്ക തരുന്ന എന്നെ കഅബാലയത്തിൽ നീ എത്തിക്കണം പടച്ചവനെ. നിന്റെ അതിഥിയായിട്ട് പടച്ചവനെ ഹജ്ജ് ചെയ്യാൻ, നിന്റെ അതിഥിയായിട്ട് നീ എന്നെ കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോകണം തമ്പുരാരെ. രണ്ടാമത്തെ പ്രതിഫലമെന്താ പെങ്ങളെ? തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ മലക്കുകൾ കാണിച്ചു തരികയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കരയല്ലേ, വിഷമിക്കല്ലേ, സങ്കടപ്പെടണ്ട, പേടിക്കണ്ട. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ നിരന്നു നിൽക്കുകയാണ്. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് നിന്റെ റൂഹ് പുതിയാനാ. കരയല്ലേ, വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാ, ഈമാനോടുകൂടി മരിക്കാ. പടച്ചവനെ, അവസാനത്തെ അവസരമാണ്. ഇന്ന് തീരുകയാ മോനെ, ഇന്ന് തീരുകയാ വാപ്പാ. ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തതാ, കൊടുത്തതിന് വേറെ പ്രതിഫലം, കടം തീർക്കുന്നതിന് വേറെ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാര്, ഉമ്മ ഒരു നല്ല മരണം കിട്ടാറ് പടച്ചവനെ, നിന്റെ മരണവേദന ഒന്ന് കുറഞ്ഞു കിട്ടാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജുമ്മയാകാ. നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണാഭരണം ഊരാൻ പറ്റുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ, അല്ലാഹ് ഇഷ്ടപ്പെട്ട ഉമ്മയ്ക്കേ കഴിയൂ. അല്ലാഹുവേ, ഇരിക്കുന്ന ജനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ തിരഞ്ഞെടുക്കണേ അല്ലാ. ഉമ്മാടെ ഖബറെവിടെയാണെന്നറിയില്ലല്ലോ, വാപ്പയുടെ ഖബറെവിടെയാണെന്ന് ഇന്നത്തെ മക്കൾക്കറിയില്ലല്ലോ. അറിയുന്ന മക്കൾക്ക് വരാ സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? അല്ലാഹ് പറയുകയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹ് പറയുന്നു, എനിക്ക് തരാമോ? പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ, പണയം വെച്ച് പലതും പോയല്ലോ, ബിസിനസ്സിലിട്ട് ലക്ഷങ്ങൾ പോയല്ലോ. എന്ത് നേടി വാപ്പാ? അല്ലാഹ് പറയുന്നു, എനിക്കിതാ. അല്ലാഹ് പറയുന്നു, എനിക്കിതാ. നിന്റെ സമ്പാദ്യം മുഴുവനും തരണ്ട, എന്തെങ്കിലും
എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ, പകരം ഞാൻ സ്വർഗം തരാ, പകരം ഞാൻ സ്വർഗം തരാ. അതുകൊണ്ട് ഈ സദക്ക തരുന്നവര് അള്ളാനോട് ചോദിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, അല്ലാ നിന്റെ പള്ളിയുടെ കടം വീട്ടാനാ അല്ലാ. ഈ സദക്ക തരുന്ന എന്നെ കഅബാലയത്തിൽ നീ എത്തിക്കണം പടച്ചവനെ. നിന്റെ അതിഥിയായിട്ട് പടച്ചവനെ ഹജ്ജ് ചെയ്യാൻ, നിന്റെ അതിഥിയായിട്ട് നീ എന്നെ കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോകണം തമ്പുരാരെ. രണ്ടാമത്തെ പ്രതിഫലമെന്താ പെങ്ങളെ? തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ മലക്കുകൾ കാണിച്ചു തരികയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. കരയല്ലേ, വിഷമിക്കല്ലേ, സങ്കടപ്പെടണ്ട, പേടിക്കണ്ട. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ നിരന്നു നിൽക്കുകയാണ്. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ്, ഇത് നിന്റെ റൂഹ് പുതിയാനാ. കരയല്ലേ, വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാ, ഈമാനോടുകൂടി മരിക്കാ. പടച്ചവനെ, അവസാനത്തെ അവസരമാണ്. ഇന്ന് തീരുകയാ മോനെ, ഇന്ന് തീരുകയാ വാപ്പാ. ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തതാ, കൊടുത്തതിന് വേറെ പ്രതിഫലം, കടം തീർക്കുന്നതിന് വേറെ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാര്, ഉമ്മ, ഒരു നല്ല മരണം കിട്ടാറ് പടച്ചവനെ, നിന്റെ മരണവേദന ഒന്ന് കുറഞ്ഞു കിട്ടാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജുമ്മയാകാ. നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണാഭരണം ഊരാൻ പറ്റുമോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ, അല്ല ഇഷ്ടപ്പെട്ട ഉമ്മയ്ക്കേ കഴിയൂ. അള്ളാഹുവേ, ഇരിക്കുന്ന ജനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ തിരഞ്ഞെടുക്കണേ അല്ലാ. ബിൽ ജന്നാ. സ്വർഗം കണ്ടിട്ട് മരിക്കാ, ഈമാനോടുകൂടി മരിക്കാ. പടച്ചവനെ, അവസാനത്തെ അവസരമാണ്. ഇന്ന് തീരുകയാ മോനെ, ഇന്ന് തീരുകയാ വാപ്പാ. ഉസ്താദേ, ഞാൻ ഒരുപാട് കൊടുത്തതാ, കൊടുത്തതിന് വേറെ പ്രതിഫലം, കടം തീർക്കുന്നതിന് വേറെ പ്രതിഫലമാണ്, വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാര്, ഉമ്മ, ഒരു നല്ല മരണം കിട്ടാറ് പടച്ചവനെ, നിന്റെ മരണവേദന ഒന്ന് കുറഞ്ഞു കിട്ടാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജുമ്മയാകാ. നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണാഭരണം ഊരാൻ പറ്റുമോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ, അല്ല ഇഷ്ടപ്പെട്ട ഉമ്മയ്ക്കേ കഴിയൂ. അള്ളാഹുവേ, ഇരിക്കുന്ന ജനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ തിരഞ്ഞെടുക്കണേ അല്ലാ.